യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രധാനമായിട്ടും മനുഷ്യ ജീവിതത്തിൽ പ്രധാനമായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്, വിവാഹ തടസ്സം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും കുടുംബജീവിതം ദൈവം അനുവദിച്ച കാര്യമാണ്. ആ കുടുംബജീവിതത്തിലേക്ക് നമുക്ക് പല ആളുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. പല രീതിയിൽ തടസ്സങ്ങളാണ് മനുഷ്യ മക്കൾ ഇപ്പോൾ നേരിടുന്നത്. വിവാഹ തടസ്സം അത് വലിയൊരു കാര്യമാണ്. കാരണം ഒരുപാട് മക്കൾ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയിലും പല മേഖലകളിൽ വിവാഹ തടസ്സമായിട്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന, ഒരുപാട് വിഷമിക്കുന്ന, ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. വിവാഹ തടസ്സം പ്രധാനപ്പെട്ട ടോപ്പിക്ക്. വിവാഹ തടസ്സം നേരിടുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. പ്രധാനമായിട്ട് നമുക്ക് 5 തിരുവചനത്തിലൂടെ തന്നെ സഞ്ചരിക്കാം. അതുപോലെ തന്നെ ആ തടസ്സങ്ങൾ മാറുവാനുള്ള ഒരു പ്രാർത്ഥനാ രീതിയെ നിങ്ങൾക്ക് ഈ സന്ദേശത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി വചനവും പ്രാർത്ഥനയും ഏറ്റുചൊല്ലി ഒരു 33 ദിവസമൊക്കെ വിശ്വാസത്തോടു കൂടി ചൊല്ലി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ തടസ്സത്തിന് വലിയൊരു മാറ്റം ഉണ്ടാകും. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും ദൈവവചനത്തിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കാം. തടസ്സങ്ങൾ നേരിടുമ്പോൾ ആ തടസ്സത്തെ അതിജീവിക്കുവാനുള്ള ദൈവവചനം. 5 തിരുവചനത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. വിശുദ്ധ ഗ്രന്ഥം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 7-ാം തിരുവചനം. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുന്നിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. യേശുവെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 7-ാം തിരുവചനം. ആ തിരുവചനത്തിൽ നമ്മുടെ തടസ്സങ്ങൾ എന്താണെന്നും ആ തടസ്സത്തെ ഏതൊക്കെ രീതിയിലാണ് ദൈവം അതിജീവിക്കാൻ നമുക്ക് വഴി ഒരുക്കി തരുന്നതെന്നും ആ വചനം നമ്മോട് സംസാരിക്കുന്നുണ്ട്. വചനം സംസാരിക്കുന്നത് പറയുന്നത് ഇപ്രകാരമാകുന്നു. നിയമാവർത്തനം 28:7. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയുടെ വരും, 7 വഴിയുടെ പലായനം ചെയ്യും. എന്താണ് പലായനം ചെയ്യുക? പലായനം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുക എന്നതാണ് അതിനർത്ഥം. പലായനം, മാറ്റം, നമ്മളിൽ നിന്ന് മാറുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ഭവനത്തിൽ നിന്നും, നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ നിന്നും തടസ്സത്തെ അതിജീവിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനം. ഇവിടെ നിങ്ങൾക്ക് ഏത് ജാതി മതസ്ഥർക്കും ദൈവവചനം വായിക്കാം, ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഇവിടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെ ജാതി മത വ്യത്യാസമൊന്നുമില്ല. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ തീർച്ചയായിട്ടും ആ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഴത്തിലിറങ്ങുവാനും അത് അനുഗ്രഹമായി തീരുവാനും നിങ്ങളുടെ വിവാഹ തടസ്സം പോലെയുള്ള വലിയ വലിയ തടസ്സങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിശ്വാസത്തോടുകൂടി ദൈവവചനം ഏറ്റെടുക്കുക, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവം അത് അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുക്കും. ഈ വചനങ്ങളെല്ലാം 33 ദിവസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 5 മാസം 6 മാസം നിങ്ങൾക്കൊരു സംഖ്യ സെലക്ട് ചെയ്തിട്ട് അത്രയും ദിവസങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അഭിഷേക ഉറപ്പ്. അതുപോലെ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാം തിരുവചനം. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളിൽ നീ ഖണ്ഡിക്കും. കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണ് ഇത്. തീർച്ചയായിട്ടും ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു വലിയൊരു വചനമാണിത്. യെശയ്യാ 54:17. കാരണം നമ്മളെ പല ശക്തികൾ ഉപദ്രവിക്കുന്നുണ്ട്, പല രീതിയിൽ, പല ഭാവത്തിൽ, പല അടയാളത്തിൽ. അപ്പോൾ ആ തടസ്സത്തെ അതിജീവിക്കുവാനും അതുപോലെ തന്നെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുവാനും തമ്പുരാന്റെ വലിയൊരു കൃപ നേടുവാനും
അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ കൊടും തടസ്സമാണെങ്കിലും അതിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തിരുവചനമാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാം തിരുവചനം. നിങ്ങൾക്ക് എല്ലാ ശക്തികളെയും അതിജീവിക്കുവാൻ ദൈവം വചനത്തിലൂടെ കൃപ തന്നിരിക്കുന്നു. ആ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വായത്തമാക്കുക, നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക, ശക്തമായിട്ട് വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അതിശക്തമായ ഒരു പാറമേലടിച്ചാലും തകർക്കാൻ പറ്റുന്ന ഒരു തിരുവചനമാണ് ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം 8-9 തിരുവചനം. ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു, എൻ്റെ കാര്യം ഞാൻ ദൈവസന്നിധി സമർപ്പിക്കുമായിരുന്നു. അവിടുന്ന് അഗ്രാഹ്യമായ വൻ കാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം 8-ാം തിരുവചനം. ഇവിടെ പറയുന്ന വചനം, ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഞാനും എല്ലാവരും ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവമക്കളാണ്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കർത്താവ് അടുത്ത തിരുവചനത്തിലൂടെ പറയുന്നു. ജോബ് 5:9, ഞാൻ എൻ്റെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രോബ്ലംസ്, നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം സമർപ്പിക്കേണ്ടത് ദൈവകരങ്ങളിലേക്കാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് ഉത്തരം തന്ന് അനുഗ്രഹിക്കും. തമ്പുരാൻ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നമുക്ക് തിരുവചന സന്ദേശം തരുന്നുണ്ട്. ജോബ് 5:8-5-9 തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിലെ വലിയ പ്രവർത്തനം ഈ വചനത്തിലൂടെ നിങ്ങളുടെ ഈ കുടുംബത്തിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, നിങ്ങളുടെ നിയോഗത്തിലേക്ക്, നിങ്ങളുടെ വിവാഹ തടസ്സങ്ങൾ, അതുപോലെ പല തടസ്സങ്ങളായ എല്ലാ തടസ്സ മേഖലകളിലേക്കും ഈ വചനം ആഴത്തിലിറങ്ങുവാൻ വേണ്ടിയിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇത് ശരിയാണെന്ന് ബോധ്യമായെങ്കിൽ, നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയും അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരും. അതുപോലെ തന്നെ മറ്റു വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അത് ഒരുപാട് മക്കൾക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ, ദൈവിക സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യാവുന്നതാണ്. ഈ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അനേകം മക്കൾക്ക് ദൈവവചനം എത്തിക്കുക, ദൈവത്തെ പകർന്നു കൊടുക്കുക, നന്മ ചെയ്യുക എന്നത് മാത്രമാകുന്നു. അല്ലാണ്ട് ക്രെഡിബിലിറ്റി മറ്റു കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാകുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥം 5-ാമത്തെ തിരുവചനം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം, വിശുദ്ധ ഗ്രന്ഥം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:2 4-ാമത്തെ തിരുവചനം. തീർച്ചയായിട്ടും അത് അഭിഷേകമായി നിങ്ങൾക്ക് തരും. തമ്പുരാൻ അനുഗ്രഹമായി ഒരുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശയ്യാ 66:2. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. യേശയ്യാ 66:2 വചനം ഇപ്രകാരം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രമിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. എന്താണ് വചനം കേൾക്കുമ്പോൾ വിറക്കുക എന്നതിനർത്ഥം? വചനത്തിന് നിങ്ങൾ വില കൊടുക്കുക, ബഹുമാനിക്കുക, വചനത്തെ സ്നേഹിക്കുക, വചനത്തെ ജീവനോട് നിങ്ങളുടെ ജീവനെ തുല്യം സ്നേഹിക്കുന്നതിനെയാണ് ബഹുമാനം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവം തമ്പുരാനെ നിങ്ങൾ ബഹുമാനിക്കണം, സ്നേഹിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവവചനത്തെ ബഹുമാനിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ഒരു കൃപ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കാരണം ആത്മാവിൽ എളിമ നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും പ്രവൃത്തിയിലും എളിമയോടുകൂടി നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കണം. എന്താണ് അനുതാപം? അനുതാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും വരുമ്പോൾ അത് തെറ്റ് പറ്റിപ്പോയല്ലോ എന്ന് ഓർക്കുവാനും അതുപോലെ അത് അനുദപിക്കുവാനും അതിനെ പ്രായശ്ചിത്ത പരിഹാരം വഴി ചെയ്യുകയും എന്നതാണ് അനുതാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വെറുതെ ഒന്ന് സങ്കടപ്പെട്ടത് കൊണ്ടോ ദുഃഖിച്ചത് കൊണ്ടോ കാര്യമില്ല. നിങ്ങൾ അതിനെ അനുദപിക്കുകയും അതിന് പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യുക. എന്താണ് പ്രായശ്ചിത്തം? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വിരുദ്ധമായി നമ്മൾ ചെയ്ത പാപത്തിന്റെ പരിഹാര ബലിയാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. അതാണ് കാരുണ്യ പ്രവൃത്തികൾ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ അർഹതയുള്ളവർക്ക് ചെയ്ത് ദൈവത്തിൽ നിന്ന് സ്നേഹം സമ്പാദിക്കുക, ദൈവപ്രീതി സമ്പാദിക്കുക. അതാണ് പ്രായശ്ചിത്ത പരിഹാര ബലി എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരും. തമ്പുരാനിൽ നിന്ന് യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. എത്രയോ വലിയ സന്ദേശമാണ് ദൈവം നമുക്ക് തരുന്നത്. ആ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുമെന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുമെന്നും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വലിയൊരു ഒരു ദൈവിക ദൂത്. കാരണം വിവാഹ തടസ്സമുള്ള മക്കൾക്ക്, നിങ്ങൾക്ക് വിവാഹ തടസ്സങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. എൻ്റെ കാര്യം നടക്കത്തില്ല, എൻ്റെ കാര്യം ഇനി നടക്കാൻ പോകുന്നില്ല, ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും നടക്കത്തില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, തമ്പുരാന്റെ വചനം എന്താണെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഓർക്കണം. യെശയ്യാ 59:1 രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അതിനർത്ഥം നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കുമെന്നും നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തമ്പുരാൻ കാണുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഈ വചനത്തിന്റെ വലിയൊരു അർത്ഥം. തീർച്ചയായിട്ടും ഈ വചനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ഓരോ മക്കളുടെയും, ഓരോ മാതാപിതാക്കളുടെയും, ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിലേക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 59:1 എന്ന വചനത്തിന്റെ അഭിഷേകം നിങ്ങളുടെ വിവാഹ തടസ്സങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ, അതുപോലെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും വിച്ഛേദിച്ച് നിങ്ങൾക്ക് ദൈവത്തിന്റെ കരുണയിലേക്ക്, ദൈവത്തിന്റെ കൃപയിലേക്ക്, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. വിവാഹ തടസ്സം നേരിടുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഈ 5 വചനവും അഭിഷേകമായി തീരാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രാർത്ഥന, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ദൈവമായ കർത്താവെ, അങ്ങേക്ക് നന്ദി പറയുന്നു. കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന ഇതാണ്. നിങ്ങളുടെ തടസ്സങ്ങളെ, വിവാഹ തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ബ്രദർ ഒന്ന് ഏറ്റുചൊല്ലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന സമർപ്പിക്കുന്നു. ദൈവം ഈ പ്രാർത്ഥനയെ അനുഗ്രഹമാക്കി തീർക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് മക്കൾക്ക് പ്രാർത്ഥന അറിയത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കണ്ടെത്തുവാനുള്ള വഴിയുണ്ട്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക. അതിൽ യൂട്യൂബിലോ ഗൂഗിളോ നിങ്ങൾക്ക് കുരുക്കടിക്കുന്ന മാതാവിനോട് പ്രാർത്ഥന ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുമ്പോൾ നിങ്ങൾക്ക് ആ പ്രാർത്ഥന ലഭിക്കുന്നതായിരിക്കും. കന്യകാ മറിയമേ, അപേക്ഷമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവ്, സ്നേഹം നിറഞ്ഞ അമ്മേ, സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിന് എപ്പോഴും കർമ്മധരിതയാകുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കളെ അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകൾ കടാക്ഷിക്കണമേ. ഞങ്ങൾ എത്ര നിസ്സഹായരെന്ന് അമ്മ അറിഞ്ഞ് ഞങ്ങളുടെ വേദന ആഗ്രഹിക്കുന്നു. ഈ കുരുക്കുകൾ ഞങ്ങളെ വരുന്നിരിക്കുന്ന അമ്മ കാണുന്നു. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അടിക്കാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ, ഞങ്ങളുടെ ജീവിതത്തിലെ നാളെ ഞങ്ങൾ അമ്മയെ പരമേൽപ്പിക്കുന്നു. അമ്മയാകുന്നു ഞങ്ങളുടെ ശരണം. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുരുക്കുകളെയും അഴിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. നിന്റെ കൈകൾക്ക് അഴിക്കുവാൻ ആവാത്ത
കുരുക്കുകളില്ലല്ലോ. കുരുത്തിന്റെ മാതാവേ, അമ്മയുടെ കൃപയാലും അമ്മയുടെ മകനും ഞങ്ങളുടെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നും ഈ മതിശക്തിയാലും ഈ കുരുക്ക് അമ്മ കയ്യിലെടുക്കണമേ. ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഓരോ മക്കൾക്ക് 3 നിയോഗം വെച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മയാകുന്ന ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് തരുന്ന ഏകാശ്വസനകൾ ബലഹീന ശക്തികളും ഞങ്ങളുടെ താഴത്തിൽ മാന്യവും ക്രിസ്തുവിനോടൊപ്പം പത്രികമാസുള്ള മാതാവേ, ഈ അപേക്ഷകൾ കേൾക്കണമേ, വഴി നടത്തണമേ. ആമേ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, സ്വയം മഹത്വം. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ശക്തമായിട്ട് നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ.